ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നാം അതിഭയങ്കരമായ ചൂടിലൂടെ കടന്നു പോവുകയാണ്. കേരളം, ഒഡീഷ, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഉച്ച സമയത്ത്, അതായത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് വെയിലേൽക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. കേരളത്തിലെ പാലക്കാടും തൃശ്ശൂരും അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ പ്രയാസപ്പെടുന്നു, മൃഗങ്ങൾ പ്രയാസപ്പെടുന്നു, പക്ഷികൾ പ്രയാസപ്പെടുന്നു. എല്ലാവർക്കും ഇത് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിഭയങ്കരമായ നിലയിലുള്ള ഈ ചൂട് മനുഷ്യനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫാൻ ഇട്ട് ആ കാറ്റത്ത് അല്പസമയം വിശ്രമിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ റൂഫില്ലാത്തവർക്ക്, റൂഫിൻ്റെ മുകളിൽ മേൽക്കൂരയില്ലാത്തവർക്ക് ചൂട് നേരിട്ടടിച്ച് ഫാനിൻ്റെ മുകളിൽ നിന്ന് ചൂട് അധികമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി അല്പസമയം വിശ്രമിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. അവിടെ ഒരു കാറ്റിൻ്റെ യാതൊരുവിധ ചലനങ്ങളുമില്ല. എല്ലാ നിലയിലും മനുഷ്യൻ വളരെ ഒരു പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നരകം എന്നുള്ള സംഗതി എന്താണ് എന്നുള്ളത്. ഇത്രയും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളെ നേരിടേണ്ടി വരുമ്പോൾ നാം എപ്പോഴും അവഗണിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ദൈവം തൻ്റെ ദൂതന്മാർക്ക് വേണ്ടി, ദൈവം പിശാചിന് അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക് നാം എറിയപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ദൈവം മനുഷ്യന് വേണ്ടി ഒരിക്കലും നരകം ഉണ്ടാക്കിയിട്ടില്ല. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി മാത്രമാണ് ദൈവം നരകം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ പിശാചിന് ദൈവം ഒരു വീണ്ടെടുപ്പ് പദ്ധതിയും ഒരുക്കിയിട്ടില്ല. മനുഷ്യന് വേണ്ടി മാത്രമാണ് ദൈവം വീണ്ടെടുപ്പ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് മനുഷ്യന് അല്പം പോലും അറിവില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ സാധുക്കളായ മനുഷ്യരോട് കാണിക്കുന്ന അവഗണനയും അവരുടെ കൂലി പിടിച്ചു വയ്ക്കുന്നതും അവരുടെ കഷ്ടപ്പാടുകളിൽ അവരെ സഹായിക്കാതെയും ഇരിക്കുന്ന ഈ തലമുറയിലെ എല്ലാ തലമുറയിലുമുള്ള വമ്പന്മാരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അങ്ങനെയുള്ള ഒരു വാക്യം. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവത്തിൽ കർത്താവ് യേശുക്രിസ്തു ഈ കഥ വ്യക്തമായിട്ട്, ഈ സംഭവം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ലാസർ. എന്നാൽ രണ്ടുപേരും മരിച്ചു. എല്ലാ മനുഷ്യരും ഇവിടെ മരിക്കും. ധനവാൻ മരിച്ച് നേരെ പോയത് പാതാളത്തിലേക്കാണ്. ലാസർ എബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയി എന്ന് നാം തിരുവെഴുത്തിലൂടെ വായിക്കുന്നു. അപ്പോൾ നാം ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയായിട്ട് ഇവിടുന്ന് പോകണം. എന്നാലും മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകൾ, അവഗണനകൾ, പീഡിപ്പിക്കലുകൾ അത് ഭയങ്കരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ചിന്തിച്ചല്ലോ, ദൈവം ഒരിക്കലും മനുഷ്യന് വേണ്ടി നരകം ഒരുക്കിയിട്ടില്ല. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയത് രക്ഷാകര പദ്ധതിയാണ്. വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം മുൻകൈയെടുത്തു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേര് കാണാത്തവരെല്ലാം തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. സങ്കീർത്തനം 9-17 വായിക്കുമ്പോൾ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. അതെ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അഗ്നി നരകത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, എല്ലാവരും തീ കൊണ്ട് ഒപ്പിടും. നരകത്തിൻ്റെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ അംഗമാകാത്തവർക്ക്, സാധുക്കളെ സഹായിക്കാത്തവർക്ക് ദൈവം നരകത്തിൽ അവസരം ഒരുക്കിയിരിക്കുകയാണ്. അത് ന്യായം തന്നെയാണ്. കാരണം സൗജന്യമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ രക്ഷാകര പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. നാം അതിനുവേണ്ടി ഒരു വിലയും കൊടുക്കേണ്ടതായിട്ടില്ല. നാം അതിനുവേണ്ടി യാതൊരു നേർച്ചകളോ കാഴ്ചകളോ പുണ്യപ്രവൃത്തികളോ വഴിപാടുകളോ കഴിക്കേണ്ടതായിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി കൽവരി കുരിശിന്മേൽ കയറി മരിച്ച് അവൻ്റെ പാവമില്ലാത്ത രക്തം കൊണ്ട് നമുക്ക് നീതീകരണവും വിശുദ്ധീകരണവും പിതാവായ ദൈവത്തോട് നിരപ്പും അവൻ വാങ്ങി തന്നിരിക്കുകയാണ്. എന്നാൽ അത് വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയുണ്ട്.
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിത്യനരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ നീ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, അനുഭവിക്കുക.